നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമുക്ക് സ്ഥിരമായി ചില അസുഖങ്ങൾ വരും. സാധാരണ നിസ്സാരമായാണ് നമ്മൾ ആ അസുഖങ്ങളെ എടുക്കുന്നതെങ്കിലും ഇതിന് വളരെ ഗൗരവമേറിയ കുഴപ്പങ്ങളും ഉണ്ടാകാറുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിൽ അങ്ങനെ ഒന്നാണ് മൂത്രത്തിലുണ്ടാകുന്ന പഴുപ്പുകൾ, വൃക്കയിലുണ്ടാകുന്ന കല്ലുകൾ. ഇതെല്ലാം വളരെ നിസ്സാരമായാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും വളരെ ഗൗരവമായ അവസ്ഥയിലേക്ക് ചിലപ്പോൾ ഇതൊക്കെ പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് ഇങ്ങനെ ഉണ്ടാകുന്നത്, വൃക്കയിലെ കല്ലുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലെ പ്രൊഫസർ ഓഫ് നെഫ്രോപ്പതി ഡോക്ടർ ജയൻ തോമസ് മാത്യു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം യൂറിനറി ഇൻഫെക്ഷൻ എന്ന് നമ്മൾ സാധാരണ, എനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് വാക്കാണ് കൂടുതൽ സാധാരണ. അപ്പോൾ ഈ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും യൂറിനറി ഇൻഫെക്ഷൻ എന്നാണ് നമ്മൾ പൊതുവായി പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് മൂത്രത്തിൽ പഴുപ്പ്? ഇത് ജനറലായിട്ട് പറയുന്നത്, ഇപ്പം പനി എന്ന് പറയുന്ന പോലെ ഒരു സാധനം യൂറിനറി ഇൻഫെക്ഷൻ. അത് യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് പലതായിട്ടും ക്ലാസിഫൈ ചെയ്യാം. അത് നമ്മൾ കുറച്ചൊരു അനാറ്റമി, രണ്ട് വാക്ക് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ. യൂറിനറി ട്രാക്റ്റ്, നമ്മുടെ കിഡ്നീസ്, രണ്ട് വൃക്കകൾ രക്തത്തിനെ ശുദ്ധീകരിച്ച് മൂത്രം ഉണ്ടാക്കുന്നുണ്ട്. ആ മൂത്രം കണ്ടിന്യൂസ്ലി യുറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹിനി എന്ന് പറഞ്ഞ രണ്ട് ട്യൂബിൽ കൂടെ താഴെ അടിവയറ്റിലെ മൂത്രസഞ്ചിയിലേക്ക് വരുന്നുണ്ട്. ഈ മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടിക്കിടക്കുകയും പിന്നെ സമയം ആകുമ്പോൾ മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുമ്പോൾ ഏകദേശം 200-300 ml വോളിയം വരുമ്പോൾ മൂത്രം ഒഴിക്കാനായിട്ട് നമ്മൾ തോന്നുന്നു. ഇതാണ് ഈ യൂറിനറി ട്രാക്കിൻ്റെ ഘടന. കിഡ്നി, യുറീറ്റർ, യൂറിനറി ബ്ലാഡർ, യുറീത്ര. അപ്പോൾ അപ്പർ ട്രാക്റ്റ് എന്ന് പറയുന്നതാണ് കിഡ്നിയും യുറീറ്ററും. അതിനകത്ത് ഇൻഫെക്ഷൻ വരുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. പക്ഷെ താഴത്തെ ട്രാക്ട് അതാ കൂടുതൽ കോമൺ. യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചി, യുറീത്ര, ഇതിൽ വളരെ കോമൺ ആയിട്ട് ഇൻഫെക്ഷൻ വരും, പ്രത്യേകിച്ച് സ്ത്രീകളിലും. അതത്ര കുഴപ്പമുള്ളതല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്കൊരു ശല്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെ ആകുന്ന ഒരു കണ്ടീഷനാണ് ഈ ലോവർ ട്രാക്ട് ഇൻഫെക്ഷൻ. ഇതിന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സിസ്റ്റൈറ്റിസ് എന്ന വാക്ക് പറയുന്നത് മൂത്രസഞ്ചി, യൂറിനറി ബ്ലാഡറിലെ ഇൻഫെക്ഷനും, യുറീത്രൈറ്റിസ് അതായത് മൂത്രവാഹിനിയിലത്തെ മൂത്രനാളിയിലത്തെ ഇൻഫെക്ഷൻ യുറീത്രൈറ്റിസ് എന്ന് പറയുന്നത് ലോവർ ട്രാക്ട്. അതാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. ഇതിന് കാരണമുണ്ട്. പുരുഷന്മാരുടെ യുറീത്ര ഇത്രയും നീളം കൂടിയതാണ്, അതേസമയത്ത് സ്ത്രീകളുടെ യുറീത്ര വളരെ നീളം കുറഞ്ഞതും അതിൻ്റെ ഓപ്പണിംഗ് മലദ്വാരത്തിൻ്റെ വളരെ അടുത്തുമാണ്. അപ്പോൾ മലദ്വാരത്തിൻ്റെ അവിടെ വളരെയധികം അണുക്കളുണ്ട്. എപ്പം വേണമെങ്കിലും ഈ അണുക്കൾ ഇങ്ങോട്ട് മുമ്പോട്ടേക്ക് വരികയും ഇൻഫെക്ഷൻ വരികയും ചെയ്യാം. സോ ഇതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പർ ട്രാക്ട് അതായത് കിഡ്നി ആൻഡ് യുറീറ്ററിലുള്ള ഇൻഫെക്ഷനും ലോവർ ട്രാക്ട് യൂറിനറി ബ്ലാഡറും യുറീത്രയിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. യഥാർത്ഥത്തിൽ യുറീറ്റർ വേറെ, യുറീത്ര വേറെയാണ്. ഒന്ന് അപ്പർ പാർട്ടുമാണ്, ഒന്ന് ലോവർ പാർട്ടിലും വരുന്നതാണ്. അപ്പോൾ ലോവർ പാർട്ടിലുള്ളതാണ് വളരെ സാധാരണമായി കാണുന്നതെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും ഒരു മൂത്രം പരിശോധിക്കുമ്പോൾ അതിൽ പസിൽസ് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് കാണുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഗൗരവമേറിയ അവസ്ഥയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. യൂറിനറി ഇൻഫെക്ഷന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. സാധാരണ പനി വരും, നല്ല കുടച്ചിലുള്ള പനി, വളരെ ഒരു 102-103 ഡിഗ്രീസ് വരെ പനി വരാം. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ വേദന അല്ലെങ്കിൽ കടച്ചിൽ വരും. ചിലപ്പോൾ മൂത്രത്തിൽ ബ്ലഡ് വരാം. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പസൽസ് എന്ന് പറഞ്ഞ സാധനം കാണാം. പക്ഷേ എല്ലാ പസൽസും യൂറിനറി ഇൻഫെക്ഷൻ അല്ല. ഇങ്ങനത്തെ ഈ വേദനയോ പനിയൊക്കെ വരുന്ന സമയത്തും അതിൻ്റെ കൂടെ ഈ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പസൽസ് കണ്ടാൽ മാത്രമേ യൂറിനറി ഇൻഫെക്ഷൻ പറയാൻ പറ്റുള്ളൂ. സാധാരണ ഒരു യൂറിൻ പോയി റുട്ടീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 4 to 5 പസൽസ് അല്ലെങ്കിൽ 8 to 10 പസൽസ് കണ്ടാൽ അതിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനായിട്ട് നമ്മൾ എടുക്കരുത്, കാരണം അനാവശ്യമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. പിന്നെ വളരെ പ്രധാനമായിട്ടുണ്ട്, ഇങ്ങനെ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്താലേ ഏത് അണു ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ആ അണു അനുസരിച്ച് വേണം നമ്മൾ ചികിത്സിക്കാൻ, അല്ലെങ്കിൽ വളരെ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുകയും അനാവശ്യമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. യൂറിൻ കൾച്ചറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം ഒരു കോളിന് ശേഷം. ഹലോ നമസ്കാരം. നമസ്കാരം. അജി എന്നാണ് പേര്, ചേർത്തല എന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ ഡോക്ടറെ. ചോദിച്ചോളൂ അജി. എന്നാ സാറേ, എനിക്ക് 2 ദിവസമായി എൻ്റെ അടിവയറിന്റെ ഭാഗം കൊണ്ട് വലത്തു വശം കൊണ്ട് വേദന തുടങ്ങിയിട്ട്. അത് ഞാൻ 2-3 ഇവിടെ സുഹൃത്തുക്കൾ 2-3 പേരോട് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂത്രത്തിക്കല്ലിന്റെ ആരംഭമാണെന്ന് പറഞ്ഞ് ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഈ 2 ദിവസമായിട്ട് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് അത് ഇന്നത്തേക്ക് അതൊരു വേദന ഈ കുറവായിട്ട് തോന്നുന്നുണ്ട്. ചോദിച്ചോളൂ. അത് ഈ കല്ലിന്റെ ആരംഭമാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടുള്ളതാണെന്ന് അറിയാനായിരുന്നു. ഈ മൂത്രത്തിലെ പഴുപ്പിൻ്റെ ഒരു പ്രധാന കാരണം മൂത്രത്തിലെ ഈ കിഡ്നിയിലെ കല്ല്. ഈ കല്ലും കിഡ്നിയിലാകാം, യുറീറ്ററിലാകാം, യൂറിനറി ബ്ലാഡറിനകത്തും ആകാം. അപ്പം കിഡ്നിക്കകത്ത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കല്ല് കണ്ടാൽ വലിയ കുഴപ്പമുള്ളതൊന്നുമല്ല.
പക്ഷേ ആ കിഡ്നിയിൽ നിന്ന് താഴെ വരുന്ന യുറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹിനി ഇതിനകത്ത് കല്ല് വന്നാൽ അത് ബ്ലോക്ക് വരുത്തുകയും വേദന വരികയും പഴുപ്പ് വരികയും ചെയ്യാം. ഇപ്പം പറഞ്ഞ ലക്ഷണം ലോവർ ട്രാക്ട്, അതായത് യുറീറ്ററിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴെയുള്ള ആ ഭാഗത്തുള്ള വേദനയാകാനാണ് സാധ്യത. മൂത്രത്തിൽ പഴുപ്പാകാം, കല്ലാകാം. ഇത് സ്കാൻ ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വേദന വേറെ പല കാരണം കൊണ്ട് ആകാം. ഇപ്പം ഒരു ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ടോ ഒരു ഇൻറ്റസ്റ്റൈനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമാകാം, അല്ലെങ്കിൽ ഒരു മസ്കുലർ പെയിൻ ആകാം. അതുകൊണ്ട് നമ്മൾ എന്താ കാരണം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. വേദന 2 ദിവസമായി കുറവുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം, പക്ഷേ കുറവില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്കാൻ ചെയ്യണം. യൂറിൻ ടെസ്റ്റ് ചെയ്യണം. ഈ മൂത്രത്തിൽ ഈ WBCs അല്ലെങ്കിൽ പസൽസ് കണ്ടാൽ ഒരു യൂറിൻ കൾച്ചറും കൂടെ ചെയ്യുകയും വേണം. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. ഡോക്ടറെ ചോദിച്ചോളൂ. സാറേ, ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിളിച്ചേ. എൻ്റെ പേര് ബിജു എന്നാണ്. ഓക്കെ. എനിക്ക് എൻ്റെ 2 വീലാണ്, എൻ്റെ മൂത്രത്തിൽ കല്ല് 2 വീലാണ് വന്നേ. അത് ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്. ഓക്കെ. അത് ഞാൻ പച്ചമരുന്ന് കുടിച്ചിട്ട് കുറയും, പിന്നെ അങ്ങനെ തന്നെ വരും. അത് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ചെയ്യുന്നതാണ് ഈ പിന്നെ കോഴിക്കോട് നിന്ന് പറഞ്ഞത്. ഓക്കെ. അത് ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നതുകൊണ്ട് അത് ചെയ്തതിന് ബുദ്ധിമുട്ടുണ്ട് സാർ. അത് ഈ കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബ്, യുറീറ്റർ എന്ന് പറഞ്ഞ ട്യൂബ്, അതിനകത്ത് ഈ കല്ല് വരുമ്പോഴാണ് ഈ വേദന വരുന്നത്. ആ വരുമ്പം ബ്ലോക്ക് വരും. അപ്പം അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്ത് മൂത്രം കെട്ടിക്കിടക്കുകയും കിഡ്നിക്ക് വീർമത വരികയും ചെയ്യും. ഇത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ കാലക്രമേണ കിഡ്നിയെ ഡാമേജ് ചെയ്യാം, കിഡ്നി ഫെയിലിയർ വരെ വരാം. അതുകൊണ്ട് ഈ ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ചെറിയ കല്ലാണെങ്കിൽ മരുന്നുകൊണ്ട് തന്നെ പോകും. വെള്ളം നന്നായി കുടിക്കുക. പിന്നെ ഈ യുറീറ്റർ ഡയലേറ്റ് ചെയ്യാനായിട്ട് ചെറിയ കല്ലുണ്ട്, ചെറിയ മരുന്നുണ്ട്, അത് കൊടുത്താൽ ചെറിയ കല്ലാണെങ്കിൽ പോകും. ഒരു 8 മില്ലിമീറ്റർ 6 മില്ലിമീറ്റർ ഉള്ള കല്ലൊക്കെ ആണെങ്കിൽ മൂത്രത്തിൽ കൂടെ തന്നെ പോകും. പക്ഷേ വലിയ കല്ലാണ് അല്ലെങ്കിൽ ചില ഭാഗം കൊണ്ട് ഈ യുറീറ്ററിൻ്റെ ചില ഭാഗം വീതി കുറഞ്ഞ ഭാഗം അവിടെ പോയി സ്റ്റക്കാവും. അവിടെയാണെങ്കിൽ നമ്മൾ ഒരു മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല, അത് എടുത്ത് കളയണം. അത് 2 വിധത്തിൽ എടുത്ത് കളയാം. ഒന്നുകിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഓപ്പൺ സർജറി ഉണ്ട്. അല്ലെങ്കിൽ എൻഡോസ്കോപ്പി, ഈ യുറീത്രയിൽ കൂടെ ബ്ലാഡറിനകത്തോട്ട് ഈ ട്യൂബ് ഇട്ടിട്ട് അത് പൊടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പുറത്തുകൂടെ ഈ എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് എന്ന് പറയുന്ന ഈ അൾട്രാസൗണ്ട് ബേസ്ഡ് തെറാപ്പി ഉണ്ട്. ഇത് മൂന്നും പലതും ചെയ്യാൻ പറ്റും. അതൊരു യൂറോളജിസ്റ്റിനെ കണ്ട് കല്ലിൻ്റെ സ്ഥലം, കല്ലിൻ്റെ വലുപ്പം, കല്ലിൻ്റെ ടൈപ്പ് കണ്ടുപിടിച്ചിട്ട് വേണം അത് ചികിത്സിക്കാൻ. പക്ഷേ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റണം. അതിനെപ്പറ്റി ഒരു സംശയമില്ല. വെച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം കിഡ്നി ഫെയിലിയർ ആകാം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ അബ്ദുറഹ്മാൻ എന്നാണ്, പൂക്കോട്ടൂരിന്നാ വിളിക്കണേ. ഓക്കെ, ചോദിച്ചോളൂ. പിന്നെ എന്താണ് സംശയം? ഞാൻ എന്റെ മൂത്ര കിഡ്നിയില് വലിയൊരു കല്ലുണ്ടായിരുന്നു ആദ്യം. ഓക്കെ. അത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞു. ഓക്കെ. അത് ഇപ്പൊ ഇനി ഡോക്ടർ പറഞ്ഞ അത് വീണ്ടും ഉണ്ടാവാൻ ചിലപ്പോ സാധ്യത ഉണ്ട്, അപ്പോ ശ്രദ്ധിക്കണം എന്നാണ്. അതിനിപ്പോ എന്താ സാർ ഞാൻ പ്രത്യേകം ചെയ്യേണ്ടത്? അതുകൊണ്ട് എനിക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പം കിഡ്നിയിൽ കല്ല് ഒരിക്കൽ വന്നാൽ പിന്നെയും വരാൻ സാധ്യതയുണ്ട്, അത് റിക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കല്ല് വരാൻ പ്രധാനമായിട്ടുള്ള കാരണം യൂറിൻ ഒരു സൊല്യൂഷനാണ്. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന പോലെ ഒരു സൊല്യൂഷൻ. അതിനകത്ത് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സോൾവെൻ്റ് ഉണ്ട്, ആ ലിക്വിഡ്, അതായത് വെള്ളം. അതിനകത്ത് കുറേ കെമിക്കൽസ് ഉണ്ട്, നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് കോമൺ ആയിട്ട് കാണുന്നത് കാൽഷ്യം, ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ഇങ്ങനെ പല കെമിക്കൽസ് ഉണ്ട്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഒരു ലെവലിലും കൂടിക്കഴിഞ്ഞാൽ അത് കല്ലായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന പോലെ ഒരു വെള്ളത്തിനകത്ത് കുറേ ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറേ അലിയും, ഒരു സ്റ്റേജിന് ശേഷം അത് കട്ട പിടിക്കും. നിറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കട്ട പോലെ പിടിക്കും. അത് തന്നെയാണ് യൂറിനിൽ സംഭവിക്കുന്നത്. അപ്പം ഈ കല്ല് വരാതിരിക്കാനായിട്ടുള്ള ഇതൊരു ബാലൻസാണ് നമ്മുടെ യൂറിനകത്ത്. കല്ല് വരാതിരിക്കാനുള്ള കെമിക്കൽസ് ഉണ്ട്, കല്ല് ഫോം ചെയ്യാനുള്ള കെമിക്കൽസ് ഉണ്ട്. അതൊരു ബാലൻസിൽ പോയാൽ വലിയ കുഴപ്പമില്ല. ആ ബാലൻസ് തെറ്റുമ്പോഴാണ് ഈ കല്ല് വരുന്നത്. ആൻഡ് ആ ബാലൻസ് തെറ്റാതെ നമ്മൾ നോക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂറിൻ ഡൈല്യൂട്ട് ആയിരിക്കണം. ഇപ്പം വെള്ളം ആവശ്യത്തിന് കുടിക്കണം. പിന്നെ ഈ കല്ല് വരാനുള്ള ചില കാരണങ്ങളുണ്ട്. ഈ ഫുഡ് ഐറ്റംസിൽ ഇപ്പം റെഡ് മീറ്റ്, പോർക്ക്, ബീഫ്, മട്ടൻ, പിന്നെ ചോക്ലേറ്റ്, ഇങ്ങനത്തെ സാധനത്തിനകത്തൊക്കെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടാൻ, നട്ട്സ്, ഇതിനകത്ത് യൂറിക് ആസിഡ് കൂടിയിട്ട് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് കല്ല് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ കല്ല് വരുന്ന ഒരാൾക്കാണെങ്കിൽ എന്ത് കല്ലാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്ത് കല്ല് എടുത്ത് കളഞ്ഞാൽ ആ കല്ല് നമ്മൾ ലാബിൽ കൊടുത്താൽ കെമിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എത്ര ശതമാനം കാൽഷ്യം ഉണ്ട്, എത്ര ശതമാനം ഫോസ്ഫറസ്, എത്ര ശതമാനം ഓക്സലേറ്റ്, അങ്ങനെ ഓരോ കെമിക്കലിൻ്റെ അളവ് അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ ഡയറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഒരു കോമൺ ഡയറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പനി വന്നാൽ പല കാരണങ്ങൾ കൊണ്ട് വരാം, അതുപോലെ കല്ലും പല കാരണം കൊണ്ടാണ് വരുന്നത്. ബട്ട് സ്പെസിഫിക്കായിട്ട് ആ കല്ല് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കത് സ്പെസിഫിക്കായിട്ട് ട്രീറ്റ് ചെയ്യാം. കോമൺ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് കുടിക്കുക,
അത് യൂറിൻ കട്ട പിടിക്കാതിരിക്കാൻ നോക്കുക. അതായത് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം. ഇപ്പം പല കുട്ടികളും പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പം ടോയ്ലറ്റിൽ പോകത്തില്ല, രാവിലെ വീട്ടിൽ മാത്രമല്ല മുതിർന്നവരും അതെ. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു ദിവസം ആവറേജ് ഒരു 2 to 3 ലിറ്റേഴ്സ് വെള്ളം കുടിച്ചിരിക്കണം. ഇത് കിഡ്നി ഫെയിലിയർ ഇല്ലാത്തവർ, കിഡ്നി ഫെയിലിയർ ഉള്ളവരെ പറ്റി പറയുമ്പോൾ വേറെയാണ്. കിഡ്നി ഫങ്ഷനൊക്കെ നോർമലായി യൂറിനറി ഇൻഫെക്ഷൻ വരികയോ കല്ലൊക്കെ ഉള്ളവരാണെങ്കിൽ മിനിമം 2 to 3 ലിറ്റേഴ്സ് വെള്ളം കുടിച്ചിരിക്കണം. അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിൻ ഷുഡ് ബി കളർലെസ്. മൂത്രം ഒരു മഞ്ഞ കളറായാൽ അല്ലെങ്കിൽ കടും മഞ്ഞ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നാണ്. സോ കളർലെസ് അല്ലെങ്കിൽ ഇളം മഞ്ഞ ആയാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ വെള്ളം കുടിക്കുന്ന ഒരു കാര്യം സ്വഭാവം ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അത് വളരെ കുറച്ചേ കുടിക്കുള്ളൂ. എന്നിരുന്നാലും ചില ആളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു. ചിലർക്ക് ചെറുപ്പം മുതലേ ഈ പ്രശ്നമുണ്ടാവും. അപ്പോൾ അതിനൊരു പ്രത്യേക കാരണമുണ്ടോ? അല്ല, പല കുട്ടികൾക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ്റെ ആണോ അതോ ഈ കല്ലുകൾ വരുന്നത്, അത് അവരുടെ ജെനറ്റിക് മേക്കപ്പായിട്ട് വരാം. പിന്നെ അവർ താമസിക്കുന്ന സ്ഥലമാകാം, ടെമ്പറേച്ചർ ആകാം. ഞങ്ങൾ കണ്ടുവരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ അവിടുന്ന് നാട്ടിലോട്ട് വരുന്നവർ മിക്കവർക്കും കല്ലുണ്ട്. പിന്നെ വേറൊരു ബെൽറ്റ് ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ തൃശ്ശൂരായതുകൊണ്ട് ഗുരുവായൂർ ചാവക്കാട്, എന്താണെന്നറിയില്ല, അവിടുന്ന് വരുന്ന പലർക്കും കല്ലുകളുണ്ട്. അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടൈപ്പ്, വെള്ളത്തിനകത്ത് നമ്മൾ തന്നെ കുടിക്കുന്ന വെള്ളം H2O അല്ല, അതിനകത്ത് പല കെമിക്കൽസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാകാം, കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവാകാം. പിന്നെ പലരും വേർക്കുമ്പം കുറേ വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. അതനുസരിച്ച് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് എക്സ്ട്രാ വെള്ളം കുടിക്കേണ്ടി വരും. അങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വെള്ളം കൂടുതൽ കുടിക്കുന്നത് നല്ലതാണ്. അനാവശ്യമായിട്ട് കുടിക്കരുത്. നമ്മുടെ ദാഹത്തിനനുസരിച്ച് കുടിക്കാം. ആൻഡ് ഒരു ആവറേജ് 2 to 3 ലിറ്റേഴ്സ് പെർ ഡേ വേണ്ടിയാണ്. പലരും വാട്ടർ തെറപ്പി എന്ന് പറഞ്ഞ് 10 ലിറ്ററൊക്കെ കുടിക്കും. അതിൻ്റെ ആവശ്യമില്ല. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാറേ, എനിക്ക് ചോദിക്കാല്ലേ? ചോദിച്ചോളൂ. ഞാൻ ഒരു 8-9 വർഷമായിട്ട് എനിക്ക് കാലിന്റെ മുട്ടിനും കാലിന് സന്ധികളിലൊക്കെ വേദനയായിട്ട് ഞാൻ പോയി പരിശോധിച്ച് കഴിഞ്ഞപ്പോ യൂറിക് ആസിഡ് കണ്ടമാനം കൂടുതലാന്ന് പറഞ്ഞോട്. അങ്ങനെ വന്നിട്ട് ഞാൻ എനിക്ക് ഒരു ഗുളിക കുറച്ച് തന്നിട്ട് സൈഡോറിക്ക്. എന്നിട്ട് പിന്നെ വേറെ ഡോക്ടർ ഡൊണോളക്സ് എന്ന് പറയുന്നത് ഗുളിക. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ എനിക്കിപ്പോ മൂത്രം ഒഴിക്കുമ്പോ ഭയങ്കര വേദന. ഞാൻ ഇടുക്കിന്നാണ് വിളിക്കുന്നത്. ഇത്ര വലിയ പരിശോധനകളും കാര്യങ്ങൾക്കൊന്നും പോയാൽ എനിക്ക് ഇത്രയും ചാൻസ് കുറവുള്ള ഒരാളായിരുന്നു. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞ വളരെ ശരിയായി. ഈ മുട്ടിന് വേദനയും ജോയിൻറ്റിന് വേദന വരുമ്പോൾ യൂറിക് ആസിഡ് ഒരു പ്രധാന കാരണം. യൂറിക് ആസിഡ് കൂടിയാൽ ഈ ജോയിൻറ്റിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഗൗട്ട് നമ്മളതിന് പറയുന്നത്, അതുപോലെ തന്നെ കിഡ്നിക്കകത്തും കല്ലുകൾ വരാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് സ്റ്റോൺസ്, അതിന് സൈലോറിക്ക് നല്ലൊരു മരുന്ന് യൂറിക് ആസിഡ് കുറയാനായിട്ട്. പക്ഷേ കല്ലുണ്ടെങ്കിൽ നമ്മൾ ആ കല്ല് ചികിത്സിക്കണം. ഒന്ന് വെള്ളം കുടിക്കുക, പിന്നെ കല്ല് തടസ്സം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. തടസ്സം ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. യൂറിക് ആസിഡ് സ്റ്റോണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ്റേയിൽ നമ്മൾ കാണില്ല. മിക്ക കല്ലും കാൽഷ്യത്തിൻ്റെ കല്ലൊക്കെ ആണെങ്കിൽ എക്സ്റേ എടുത്താൽ കാണാൻ പറ്റും. പക്ഷേ യൂറിക് ആസിഡിൻ്റെ സ്റ്റോണ് സാധാരണ എക്സ്റേയിൽ കാണത്തില്ല. അൾട്രാസൗണ്ട് ചെയ്താലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. യൂറിൻ്റെ അളവ് നന്നായിട്ട് പോകുന്ന പോലെ നോക്കണം. യൂറിനകത്ത് യൂറിക് ആസിഡിൻ്റെ അളവ് മെഷർ ചെയ്യാൻ പറ്റും. ബ്ലഡിൽ നോക്കുന്ന പോലെ തന്നെ യൂറിനകത്ത് നോക്കാൻ പറ്റും. അതിൻ്റെ അളവ് കൂടുതലാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അടുത്തൊരു യൂറോളജിസ്റ്റിനെയോ ഒരു നെഫ്രോളജിസ്റ്റിനെയോ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ടല്ലോ. യൂറിൻ ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇപ്പം യൂറിൻ കൾച്ചർ ചെയ്യുക എന്നുള്ളത് പല അസുഖങ്ങൾക്കും നമ്മൾ ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. എന്താണിതെന്നൊന്ന് വിശദമായിട്ട് പറയാം. കൾച്ചർ എന്ന് പറഞ്ഞാൽ അണുക്കളുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പം പനി പല കാരണങ്ങൾ കൊണ്ട് കാണാം. അത് എന്ത് അണുക്കളാണെന്ന് അറിഞ്ഞാൽ അതിനുള്ള സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് ഉണ്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയ യൂറിനകത്ത് ഏത് അണുണ്ടെന്ന് അറിയാൻ വേണ്ടിയ യൂറിൻ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ യൂറിൻ ടെസ്റ്റ് നമ്മളൊരു കുപ്പിക്കകത്ത് പിടിച്ചിട്ട് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കി അണുക്കളുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. പക്ഷേ അത് ഏത് ടൈപ്പ് അണുവാണെന്ന് അറിയത്തില്ല. അപ്പം സ്പെസിഫിക്കായിട്ട് അറിയണമെങ്കിൽ ഈ യൂറിൻ അതിൻ്റെ ഗ്രോത്ത് മീഡിയ ഉണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചിട്ട് 48 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂർ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിനെ വളർത്തും. അപ്പോൾ ഓർഗാനിസംസ് ഉള്ളത് അത് വളരാൻ തുടങ്ങും. അത് നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ അടിയിലും വേറെ പല ടെസ്റ്റുകളും കൊണ്ട് എന്നാ ഓർഗാനിസം ആണെന്ന് അറിയാൻ പറ്റും. വളരെ കോമൺ ആയിട്ട് എസ്കരീഷ്യ കോളി, ഈ കോളയെന്ന് പലപ്പോഴും ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കോള എന്ന് പറഞ്ഞ റിപ്പോർട്ട് വരും, അല്ലെങ്കിൽ ക്ലബ്സിയല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് വരും, പ്രോട്ടിയസ് എന്ന് പറഞ്ഞാൽ ഇത് പലതരം അണുക്കളാണ്. ഓരോന്നിനും വേറെ വേറെ ആൻറ്റിബയോട്ടിക്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു ഷോർട്ട് ഗൺ തെറാപ്പിയാണ് എല്ലാത്തിനും കൂടെ ചികിത്സിക്കാൻ വേണ്ടി ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ചിലപ്പോൾ അനാവശ്യമായിട്ട് ചികിത്സിച്ച് പോകും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ഞാൻ മസ്കത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ.
ഡോക്ടറെ മസ്കർ എന്നാണ് വിളിക്കുന്നത്. ആ ചോദിച്ചോളൂ. മസ്കർ എന്നാണ് വിളിക്കുന്നത്. എന്റെ സ്പോൺസറിന് പിന്നെ മൂത്രത്തിന്റെ ഇതിന്റെ ഉള്ളിൽ മാംസക്കട്ടി കൂടിയെന്ന് പറഞ്ഞു സ്പോൺസറിന്. അപ്പൊ മൂത്രയ്ക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടുന്ന് കാണിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോ ശരിയാവും, അല്ലെങ്കിൽ ചിലപ്പോ മറ്റേ പൈപ്പ് ഇടണം എന്ന് പറഞ്ഞു. ഓക്കെ, അത് അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാൻ ചെയ്യാണ്. ഓക്കെ. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മാംസം വളരെന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. ഈ മൂത്രസഞ്ചിയുടെ അടിയിൽ ഒരു അടയ്ക്കാടെ സൈസിലൊരു ചെറിയൊരു ഗ്രന്ഥിയുണ്ട്, പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അതൊരു 10, 40, 50 വയസ്സ് വരെ ചെറുതായിട്ടിരിക്കും. പക്ഷേ 50 വയസ്സോ 45 വയസ്സിന് ശേഷം അത് വലുതാകാൻ തുടങ്ങും. സാധാരണ ഈ പ്രോസ്റ്റേറ്റ് ഒരു 15 അല്ലെങ്കിൽ 20 ഗ്രാം സൈസിലും ചെറുതായിരിക്കും. പക്ഷേ ഇത് വലുതാകാൻ തുടങ്ങിയാൽ അത് ചിലപ്പം ഈ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യും. ഈ യൂറിനറി ബ്ലാഡറിന് താഴോട്ട് വരുന്ന യുറീത്ര അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ മൂത്രം ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആൾക്ക് മൂത്രം ഒഴിക്കണം തോന്നും, പക്ഷെ പോകാൻ പറ്റത്തില്ല. കുറച്ച് നേരം അവിടെ നിന്നും മുക്കേണ്ടി വരും. അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുറിഞ്ഞു പോവുക. ഇതൊക്കെ അവർ പറയുന്നത്. അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണം തോന്നും, ടോയ്ലറ്റിന് എത്തുന്നതിന് മുമ്പായിട്ട് അങ്ങ് അറിയാതെ പോവുക. രാത്രിയിൽ പല പ്രാവശ്യവും മൂത്രം ഒഴിച്ചു പോവുക. പിന്നെ മൂത്രം ഒഴിച്ചതിന് ശേഷം പിന്നെയും പോകണമെന്ന്, ഒരു കംപ്ലീറ്റ്ലി മൂത്രം പോയില്ല, അങ്ങനെ പല സെൻസേഷൻസ് വരും. ഇതാണ് ഈ പ്രോസ്റ്റാറ്റിക്, ഇതിന് പറയുന്നത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, BPH എന്ന് പറഞ്ഞൊരു സിമ്പിൾ വാക്കാണ് പറയുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാവും. ഇത് വലുതായാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ ലക്ഷണങ്ങൾ വരുത്തിയാലാണ് പ്രശ്നം. അത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലക്ഷണമാണ്. വലിയ കുഴപ്പമുള്ള സാധനമല്ല, പക്ഷേ നമുക്കൊരു മെനക്കേട്, ഒരു ശല്യമാണ്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ പോകും, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പലരും അവിടെ തന്നെ ഒഴിച്ചു പോകും. കൃത്യമായ ചികിത്സയുണ്ടല്ലോ. ഇതിന് ചികിത്സയുണ്ട്. ഇതിന് ഗുളിക കഴിക്കാം. ഗുളിക കഴിച്ചാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരുങ്ങും. എന്നിട്ട് ചുരുങ്ങുന്നില്ലെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ അത് ചിരണ്ടി കളയാൻ പറ്റും. അല്ലെങ്കിൽ വലിയ പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ അത് തുറന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ മേഡം വണക്കം. ഡോക്ടർ വണക്കം. ഡോക്ടർ വണക്കം. ഡോക്ടർ എൻ്റെ പേര് രാജേന്ദ്രൻ. ഓക്കെ. ഞാൻ തൃശ്ശൂരിൽ എനിക്ക് ഒരു 95 എനിക്കൊരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഒരു 3.5 സെന്റിമീറ്ററിന്റെ കല്ല് 95 നമ്മുടെ ഡോക്ടർ വിജയ സാർ ഇത് ഒരു ഓപ്പറേഷൻ ചെയ്തെടുത്തായിരുന്നു. അത് ഓപ്പറേഷൻ ആയിട്ടല്ല, ഇത് മൂത്ര നാളത്തെ കൂടെ അവിടെ ചെയ്തോ, പിന്നെ ഇത് ട്യൂബ് ഇട്ടത് അങ്ങനെ എടുത്തായിരുന്നു. ഒരു 3.5 സെന്റിമീറ്റർ ഇരുന്നായിരുന്നു. അത് എടുത്തതിന് ശേഷം അത് യൂറിൻ പോകുന്ന രണ്ടായിട്ടാണ് യൂറിൻ പോയിട്ടായിരിക്കുന്നത്. അപ്പൊ അതിന് ശേഷം ഞാൻ തമിഴ്നാട്ടിൽ പോകുന്നായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് കുറഞ്ഞ ഒരു 10-20 വർഷം, ഓപ്പറേഷൻ ചെയ്തിട്ട് 10-20 വർഷത്തിന് 25 വർഷത്തിന് മേലെയാണ്. എനിക്കിപ്പോ ഈ അടുത്ത സമയമായിട്ട് അപ്പൊ ഇവിടെ വന്ന് പൊതുവെ ഉപ്പ് വെള്ളം വന്ന് ഒരുപാട് ഉപ്പ് ഉണ്ട്. അതായത് ഞാൻ വെള്ളം ചൂടാക്കിയ വെള്ളം കുടിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പൊ സമയം ഒരു 6 മാസത്തിന് മുമ്പ് ഇതേമാതിരി ഇടപെട്ടോട്ടെ, പ്രശ്നം എന്താണെന്ന് ചുരുക്കി ഒന്ന് ചോദിക്കാമോ? ശരി. ഇപ്പൊ നടുവിന് രണ്ട് ഭാഗത്ത് നടുവിന് വേദനയായിട്ടും ഫ്രണ്ട് ഈ കിഡ്നി ഇരിക്കുന്ന സൈഡിലോട്ട് 2 സൈഡിലും വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ആയുർവേദ വൈദ്യശാലയിൽ പോയി അവിടുന്ന് ഈ കല്ലുരുക്കി എന്നുള്ള ഒരു മരുന്ന് മേടിച്ച് അത് വെള്ളം അത് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം വേദനയാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ തന്നെ ആഹാരം ഒരു ശകലം ഓവറായിട്ട് കൂടുമ്പോ എനിക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ എന്റെ കിഡ്നി വന്നിട്ട് ഒരു വേദന അനുഭവപ്പെടുന്ന മാതിരി തോന്നുന്നുണ്ട്. അപ്പം ഈ പ്രശ്നം മെയിനായിട്ട് ഇപ്പം വലിയൊരു കല്ല് 3.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കല്ല്, അത് എടുത്ത് കളഞ്ഞു. പക്ഷേ ആ കല്ല് പുറത്തേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ യുറിത്രയുടെ എന്തെങ്കിലും ചെറിയ മുറിവോ വല്ലതും പറ്റിക്കാണും. അതായിരിക്കും ചിലപ്പം മൂത്രം രണ്ടായിട്ട് പോകുന്നത്, ചെറിയൊരു സ്ട്രിക്ചർന്ന് വല്ലതും കാണുമായിരിക്കും. അപ്പം ആ ഒരു ട്യൂബ്, നമ്മൾ യുറിത്ര ഒരു ട്യൂബ്, ആ ട്യൂബിൻ്റെ അവിടെ ചെറിയ മടക്കോ വല്ലതും വന്നാൽ അപ്പം വെള്ളം ഒരു ട്യൂബിൽ കൂടെ പോകുന്നത് സ്മൂത്തായിട്ട് പോകുന്നതിന് പകരം കുറച്ച് ഇപ്പോൾ ഹോസ് പൈപ്പിൻ്റെ അറ്റത്ത് നമ്മൾ പിടിച്ചാൽ സ്പ്രേ ചെയ്യുന്ന പോലെ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വേദന എന്ന് പറയുന്നത് മുമ്പ് കല്ലുണ്ടെങ്കിൽ പിന്നെയും കല്ല് വന്ന് കാണും. അതൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും. തടസ്സമുണ്ടെങ്കിൽ ആ കല്ല് ഇനി എടുത്ത് കളയേണ്ടി വരും. തടസ്സം ഇല്ലെങ്കിൽ ചിലപ്പം മരുന്ന്, ആയുർവേദ മരുന്നോ മറ്റേ മോഡേൺ മെഡിസിൻ ഏതായാലും മരുന്ന് കഴിച്ചിട്ട് ആ കല്ല് മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷെ തടസ്സം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രീറ്റ് ചെയ്യണം. വേദന തടസ്സത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് പൊതുവായിട്ട് ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷനും കിഡ്നിയിലെ കല്ലുകൾക്കുമുള്ള ചികിത്സകളെ കുറിച്ചിട്ടൊന്ന് പറയാം. യൂറിനറി ഇൻഫെക്ഷനും കിഡ്നി കല്ല് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നോക്കണം. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും ഏറ്റവും പ്രധാനം വെള്ളം നന്നായി കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക. പിന്നെ ഇത് വരുന്നവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. പ്രായമുള്ളവർക്ക്, സ്ട്രോക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇടയ്ക്ക് യൂറിനറി എന്തെങ്കിലും ആവശ്യത്തിന് യൂറിനറി കത്തീറ്റർ ഇട്ടവർക്ക്, അവർക്കൊക്കെ ഈ യുറീത്രയിൽ ചെറിയൊരു ഡാമേജ് വന്നിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലർക്കും, ഈ പ്രമേഹമുള്ളവർക്ക്, മൂത്രസഞ്ചിയുടെ ബലം കുറഞ്ഞവർക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ ചിലപ്പോൾ ലോങ് ടേം ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും.
അപ്പോൾ ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു 10-15 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ചിലപ്പോൾ 3-6 മാസം ചെറിയൊരു ഡോസ് ഗുളിക രാത്രി കഴിക്കേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട, കാരണം പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പ്രിസ്ക്രിപ്ഷൻ ഞാൻ 3 മാസത്തേക്ക് എഴുതുമ്പോൾ മെഡിക്കൽ ഷോപ്പിലെ ആൾക്കാർ പറയുന്നത് ഈ ആൻറ്റിബയോട്ടിക് എത്ര നാൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ ആൾക്കാർ അറിഞ്ഞിരിക്കണം ഈ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സപ്രസീവ് ഡോസ് എന്നാണ് പറയുന്നത്. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച ഇൻഫെക്ഷൻ അനുസരിച്ച് നമ്മൾ ചികിത്സിക്കുകയും അത് വരാതിരിക്കാനായിട്ട് ലോങ് ടേം ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും വേണം. അത് വളരെ പ്രധാനം. പിന്നെ സ്പെസിഫിക് ഇൻഫെക്ഷൻ കണ്ടുപിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യണം. പലപ്പോഴും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മാറത്തില്ല. അപ്പോൾ നമ്മൾ TB ഉണ്ടോ, ഫംഗസ് ഉണ്ടോ, വേറെ തരം സാധാരണ അല്ലാത്ത അണുക്കളുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ചിലപ്പം കിഡ്നി ഫെയിലിയർ വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായും അപ്പർ ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് കിഡ്നിക്കകത്ത് വരുന്ന ഇൻഫെക്ഷൻ. യൂറിനറി ബ്ലാഡറിൻ്റെ അല്ല, അത് വലിയ കുഴപ്പമുള്ളതല്ല, അത് ഒരു ശല്യമാണെന്നേ ഉള്ളൂ, പക്ഷേ അത്ര ദോഷം ചെയ്യത്തില്ല. കിഡ്നിക്കകത്ത് ഇൻഫെക്ഷൻ, അതിന് പൈലോനെഫ്രൈറ്റിസ് എന്നാണ് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ വരാം, ചികിത്സിച്ചില്ലെങ്കിൽ വരാം. പ്രത്യേകിച്ചും പ്രമേഹം ഉള്ളവർക്ക്, BP കൂടിയവർക്ക്, അല്ലെങ്കിൽ ചെറിയ കിഡ്നി ഡാമേജ് ഉള്ളവർക്ക് ഇത് വരാൻ സാധ്യത. ഇതിൻ്റെ പ്രശ്നം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. ചിലപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച വരെ അഡ്മിറ്റ് ചെയ്തിട്ട് ഇഞ്ചെക്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് ശ്രദ്ധിക്കണം. ഇത് കൂടുതലും ഡയബറ്റീസ് ഉള്ളവർക്കാണ് കണ്ടുവരുന്നത്. പിന്നെ റിഫ്ലക്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് മൂത്രം ഒഴിക്കുമ്പം പുറത്തേക്ക് പോകുന്നതിന് പകരം കുറച്ച് മൂത്രം തിരിച്ച് കിഡ്നിയിലേക്ക് പോകും. ഈ യൂറിനറി ബ്ലാഡറിൽ നിന്ന് ആ ട്യൂബ്, യൂറീറ്റർ എന്ന് പറഞ്ഞ ട്യൂബിൽ കൂടെ തിരിച്ച് കിഡ്നിയിലേക്ക് പോകും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പം ചെറിയ സർജറിയോ വല്ല ചെയ്യേണ്ടി വരുമായിരിക്കും. അത് സാധാരണ കുട്ടികൾ ജനിക്കുമ്പം തന്നെ വരുന്നൊരു പ്രശ്നമാണ്. ഇത് രണ്ടും പ്രധാനമായിട്ട് ചെയ്യണം. പിന്നെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. പ്രോസ്റ്റേറ്റ് വലുതാകാം, അതുപോലെ പ്രോസ്റ്റേറ്റിൽ ഇൻഫെക്ഷൻ വരാം, പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് അതിന് പറയുന്നത്. അതിനും ചിലപ്പോൾ ഒരു 6 ആഴ്ച വരെ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. അത് ചികിത്സിച്ചാൽ മാറും. പലപ്പോഴും നമുക്ക് പറ്റുന്നത് ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചു, ഈ പനി മാറി, വേദന മാറി, നിർത്തരുത്. ഇങ്ങനത്തെ ഈ കോംപ്ലിക്കേറ്റഡ് ഇൻഫെക്ഷൻ, സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ 3 ദിവസം കഴിച്ചാൽ മാറും. പക്ഷേ ഈ കോംപ്ലിക്കേറ്റഡ് ഇൻഫെക്ഷൻസ് ചിലപ്പം 6 ആഴ്ച വരെ മരുന്ന് കഴിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഭാവിയിൽ മാസങ്ങൾക്ക് ശേഷം കിഡ്നി ഫെയിലിയർ വരാം. പിന്നെ കല്ലിനും നമ്മൾ ചികിത്സിക്കേണ്ട, കല്ല് വരാതിരിക്കാൻ നോക്കണം, ഡയറ്റ് ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും കല്ല് പുറത്തേക്ക് വന്നാൽ, മൂത്രത്തിൽ കൂടെ കല്ല് വന്നാൽ അത് തീർച്ചയായിട്ടും ഒരു ലാബിൽ കൊണ്ടുപോയിട്ട് അത് അനലൈസ് ചെയ്യണം, എന്ത് കല്ലാന്ന് അറിയാനായിട്ട്. കല്ല് കാരണം സാധാരണഗതിയിൽ കിഡ്നി ഫെയിലിയർ വരില്ല. ഒരു കിഡ്നിയിൽ തടസ്സം വന്നാൽ ആ കിഡ്നിക്ക് ഡാമേജ് വരാം, പക്ഷേ മറ്റേ കിഡ്നി കോമ്പൻസേറ്റ് ചെയ്യും. 2 കിഡ്നിയിലും കല്ല് വന്നിട്ട് 2 യൂറേറ്ററിലും ബ്ലോക്ക് വരിക, അല്ലെങ്കിൽ സിംഗിൾ ഫങ്ഷനിങ് കിഡ്നി, അതായത് 2 കിഡ്നിയുണ്ട് പക്ഷേ ഒന്ന് ഓൾറെഡി വേറെ എന്തോ കാരണം കൊണ്ട് ഡാമേജ് ആയി, അല്ലെങ്കിൽ കിഡ്നി ദാനം ചെയ്തു, അല്ലെങ്കിൽ ഒരു സർജറി കാരണം കിഡ്നി റിമൂവ് ചെയ്തു, അങ്ങനെയുള്ളവർക്ക് ഒരു ഫങ്ഷനിങ് കിഡ്നിയുണ്ട്, അതിൽ ബ്ലോക്ക് വന്നാൽ കിഡ്നി ഫെയിലിയർ വരാം. അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ അവിടെ യൂറിനറി ബ്ലാഡറിൻ്റെ ഔട്ട്ലെറ്റ്, നമ്മൾ പറയുന്ന ബ്ലാഡർ ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ, മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ കിഡ്നി ഫെയിലിയർ വരാം. ഇത് നമുക്ക് ചികിത്സിച്ചാൽ, സർജറി കൊണ്ട് ചികിത്സിച്ചാൽ മാറ്റാൻ പറ്റുന്നൊരു കണ്ടീഷനാണ്. മറ്റേ ഈ ഇൻഫെക്ഷൻ കൊണ്ടും പഴുപ്പ് കൊണ്ടും ഷുഗർ കൊണ്ടും പ്രഷറും കൊണ്ട് വരുന്ന പോലത്തെ കിഡ്നി ഫെയിലിയർ അല്ല. ഇത് നമുക്ക് ട്രീറ്റ് ചെയ്താൽ മാറ്റാൻ പറ്റുന്ന ഒരു തരം കിഡ്നി ഫെയിലിയറാണ്. പക്ഷേ വൈകിപ്പോയാൽ ടു ലേറ്റ്. അപ്പോൾ ഡോക്ടർ, ഈ അക്യൂട്ട് ക്രോണിക് എന്നുള്ള 2 തരത്തിൽ കിഡ്നി ഡിസീസസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ഏത് വിഭാഗത്തിലാണ്? രണ്ടിലും പെടാം. ഇപ്പം അണ്ടർലൈങ് ഈ ഡയബറ്റീസും പ്രഷറൊക്കെ ഉള്ളവർക്ക് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ അക്യൂട്ട് ഓൺ ക്രോണിക് എന്നാണ് പറയുന്നത്. ഇൻഫെക്ഷൻ പെട്ടെന്ന് വന്നു കഴിയുമ്പം ഒരു അക്യൂട്ട് ഇൻഫെക്ഷനാണ്. പക്ഷേ ഈ കല്ല് വന്ന് ചെറിയ തടസ്സം വന്നു, കാലക്രമേണ ഈ റീനൽ സ്റ്റോൺ ഡിസീസ് എന്ന് പറയും. അത് ഒരു കല്ലല്ല, പല കല്ലും, കിഡ്നിക്കകത്ത് നിറച്ചും കല്ലുകൾ വരാം, കൊച്ചു കല്ലുകൾ പല സ്ഥലങ്ങളിൽ വരാം. അത് ക്രോണിക് കിഡ്നി ഡിസീസായിട്ട് വരുന്നത്. പക്ഷേ ആ ക്രോണിക്കിൻ്റെ മുകളിൽ ആ കല്ല് അവിടെ നിന്ന് ഇളകി ഒരു ബ്ലോക്ക് വരുത്തി, അതൊരു അക്യൂട്ട്. സോ അക്യൂട്ട് ഓൺ ക്രോണിക് എന്ന സാധാരണ ഈ കല്ലിൻ്റെ മൂത്രത്തിലെ ഇൻഫെക്ഷനൊക്കെ ഒരു അക്യൂട്ട് ഓൺ ക്രോണിക് ആയിട്ടാണ് വരുന്നത്. സോ അക്യൂട്ട് കിഡ്നി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് വരാം ഈ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട്, സ്റ്റോൺ കൊണ്ട്. ബട്ട് യൂഷ്വലി മുതിർന്നവരിൽ ഒരു അക്യൂട്ട് ഓൺ ക്രോണിക് ചികിത്സിച്ചാൽ വളരെ എളുപ്പം മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. മറ്റേ ഈ കിഡ്നി ഡിസീസ് ഒക്കെ 1 വേ ടിക്കറ്റാണ്, ഇത് റിവേഴ്സിബിലിറ്റി ഉള്ള ഒരു കണ്ടീഷനാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കോളർ പറഞ്ഞു, സുഹൃത്തുക്കൾ പറഞ്ഞു കല്ലായിരിക്കുമെന്ന് പറഞ്ഞു, ലക്ഷണങ്ങൾ സുഹൃത്തുക്കൾ പറയുന്നു, വിദഗ്ധരുടെ നിർദ്ദേശം എടുക്കുന്നില്ല, സ്വയം എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സകൾ നേരിടുന്നു, അല്ലെങ്കിൽ ഒരു 2 ദിവസം ഡോക്ടറെ അടുത്ത് പോയി 2 ദിവസം മരുന്ന് കഴിച്ചു പിന്നെ നിർത്തിക്കളയുന്നു. ഇത്തരക്കാരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഏത് അസുഖം, ഈ അസുഖം നല്ല ഏത് അസുഖമാണെങ്കിലും നമുക്കൊരു ഡയഗ്നോസിസ് വേണം. ഡു നോട്ട് ട്രീറ്റ് ദ സിംറ്റംസ് എലോൺ. സിംറ്റംസ് ട്രീറ്റ് ചെയ്യണം, പക്ഷേ സിംറ്റംസ് മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് ആ കാരണം മാറ്റിയില്ലെങ്കിൽ പിന്നെയും അത് വരും. പിന്നെ ഈ വേദന ചിലപ്പം കല്ലായിരിക്കുകയല്ല, ഒരു ട്യൂമർ ആയിരിക്കാം, ഒരു ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നുമല്ല ഒരു മസ്കുലർ പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ അല്ല ഒരു കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം. ഒരു ഗുളിക കൊടുത്ത് വയറ്റിൽ നിന്ന് പോകുമ്പോൾ ശരിയാവുമായിരിക്കും. അതിന് നമ്മൾ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കുകയും ചെയ്യും,
ചിലപ്പം വേറൊരു വഴിക്ക് തന്നെ പോകും. ഒരു വീട്ടിലൊരു മോഷണം നടന്നു, അപ്പുറത്തെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാൾ കള്ളനാകണമെന്നില്ല, വേറെ വല്ലവരും ആയിരിക്കും കള്ളൻ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യണം. സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഈ വേദന വരുമ്പം വേദന സംഹാരികൾ കഴിക്കരുത്. ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.